Hey guys, welcome back to my channel. So guys, ഇന്നത്തെ വ്ലോഗ് ഒരു വൺ ഡേ ട്രിപ്പ് വ്ലോഗാണ്. അപ്പോൾ ഈ വെക്കേഷൻ അറിയാലോ, നല്ല ചൂടാണ്, മാത്രമല്ല ഗ്യാസ് ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലിയും റഫീഖാമയുടെ ഫാമിലിയും കൂടി നമ്മുടെ കാറിലാണ് പോകുന്നത്. നമ്മൾ രാവിലെ 5:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും രാവിലെ ചായ കുടിക്കുന്നത്. എല്ലാവരും ചായ വാങ്ങിച്ചു കുടിക്കുന്നുണ്ടപ്പോൾ ഞാനും വാങ്ങിച്ചു കുടിച്ചതാണ്. പക്ഷെ ചായക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ആ ചൂടൊന്നും നോക്കാതെ എടുത്ത് കുടിച്ചതിൻ്റെ റിയാക്ഷനാണ് നിങ്ങളീ കാണുന്നത്. പൊള്ളിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല വ്യൂ ഉള്ള ലേക്കൊക്കെ ഉണ്ടായിരുന്നേ. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് മോർണിംഗും കൂടെ ആയപ്പോഴത്തേക്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, നമുക്കവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതൊരു വലിയ ലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ആ ലേക്ക് കാണാൻ പറ്റുമായിരുന്നേ. என்னை கண்டவள் யார் என்று என காண செய்தாள். கேளாமல் நெஞ்சை கொய்தவள் சிற்பம் செய்து கையில் தந்தாள். അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് തൃപ്പരപ്പിലേക്കാണേ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും രാവിലെ 7 മണിയൊക്കെ ആവത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ. ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നല്ല വാട്ടർഫോൾ ആയിരുന്നു. ഇപ്പൊ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത്രയ്ക്ക് ചൂടുവാണല്ലോ. അപ്പോൾ അത്രയ്ക്ക് വെള്ളമില്ലെങ്കിലും നമ്മൾ ആ കുറച്ച് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. என்னை கண்டவள் யார் என்று என காண செய்தாள். கேளாமல் நெஞ்சை கொய்தவள் சிற்பம் செய்து கையில் தந்தாள். ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് ഷോർട്ടേജ് ആയതുകൊണ്ട് ഹോട്ടലൊക്കെ അവൈലബിൾ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിർത്തി കഴിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം റബ്ബറൊക്കെ ആയിരുന്നേ ഫുള്ള്. പക്ഷെ ആ സ്ഥലവും കാണാൻ ഒരു കാം വൈബൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോകാനായിട്ട് പോവാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നേ. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നല്ല ബ്ലൂ സ്കൈയും മൊത്തത്തിലൊരു എസ്തെറ്റിക് വ്യൂ ആയിരുന്നേ. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകും എത്രത്തോളം നല്ല വ്യൂസ് ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു മല കുറച്ച് ദൂരം മുമ്പേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മലയായിരുന്നേ. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ മലയും ബ്ലൂ സ്കൈയും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നല്ല കാം വൈബായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ സ്പോട്ട് തപ്പി പോവുകയാണ്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാറ് നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തേ. തമിഴ്നാടാകുമ്പോഴത്തേക്ക് അറിയാലോ, കാറ്റാടിയൊക്കെ ഒരുപാടുണ്ടാവും. പിന്നെ ഈ മലയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ താമരക്കുളം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പാടം കടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് പോയ സ്ഥലത്തേക്കാളും നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ട ഈ ഒരു സ്പോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമായിരുന്നു. ലൈക്ക് ആ മലയൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കവിടെ കാണുമ്പോൾ. നമ്മൾ അവിടെ നിന്ന് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഓരോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു ആൻഷ്യൻ ലുക്ക് തോന്നുന്ന റോക്സ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടതെല്ലാം ഓസം.
ഇതിന് മുമ്പ് ഇങ്ങനെ ഇത്ര ഈസ്തറ്റിക് ലുക്കുള്ള ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ലൈക്ക് ഐ ഫീൽ നമ്മൾ വേറെ ഏതോ കൺട്രിയിലാണെന്ന്. സത്യത്തിൽ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നൈസാണ് നേരിട്ട് കാണാൻ. അവിടെ കണ്ട ക്ലൗഡ്സ് പോലും സംതിങ് സ്പെഷ്യൽ. വൺ വേർഡിൽ പറഞ്ഞാൽ എസ്തറ്റിക്. പോകുന്ന വഴിക്കാണ് ആറ്റിങ്കര പള്ളി. അപ്പോൾ അവിടെ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൂടും. അങ്ങനെ കുറച്ച് ടൈം അവിടെയും സ്പെൻഡ് ചെയ്തു. അവിടെ ഇരുന്നപ്പോഴും നല്ല വെയിലും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. സോ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വേറൊരു ചെറിയ പള്ളിയിൽ പോയി. വെയിൽ കുറച്ചൊന്ന് മാറിയിട്ട് ഇനി ട്രാവൽ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അവിടെ നിന്ന് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. അവിടെയും നല്ല റഷായിരുന്നേ. സോ കാറ് പാർക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. എവിടെ ആയാലും വെയിലും ചൂടും ഉണ്ടല്ലോ, എസ്പെഷ്യലി കന്യാകുമാരി. സോ നമ്മൾ കുറച്ച് ടൈം അവിടെ ഉണ്ടായിരുന്ന പാർക്കിലിരുന്നു. Sunshine, sunshine, sunshine. I think I found it now. What I've been looking for. Isn't it beautiful? It's got my head all up in the clouds. I think I found it now. Everything I want might be a miracle. Sunshine, I got sunshine, I got sunshine, I gotta let you know. പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കുടിച്ചിട്ട് ഇനി അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബാഗും കുറച്ച് സ്വീറ്റ്സും സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് കടലിൻ്റെ സൈഡിലോട്ടാണ്.
വീഡിയോയിൽ കാണുന്നതല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നല്ല ഫോഴ്സിലൊക്കെ തിരമാല അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം കടലിൻ്റെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കടയിൽ നല്ല തിരക്കായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ചായയൊക്കെ കിട്ടിയത്. ചായയൊക്കെ കുടിച്ചിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ആ കടലിൻ്റെ സൈഡിലോട്ട് തന്നെയാണ് പോകുന്നത്. സമയം 6 മണി ആയതുകൊണ്ടൊക്കെ തന്നെ വിവേകാനന്ദ പാറയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണാനായിട്ട് നേരത്തെ കണ്ടതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയത്. രാത്രി 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.